2024 തെരഞ്ഞെടുപ്പ് അധികം വൈകാതെ തന്നെ പ്രഖ്യാപിച്ചേക്കാം. BJP അതിവേഗം സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം മുൻപന്തിയിലെത്താൻ ശ്രമിക്കുന്നത് ഈയൊരു സൂചനയുടെ അടിസ്ഥാനത്തിലുമാണ്. പതിയെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും സജീവമാകും. കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അടിത്തട്ടിൽ ഇതിനകം സജീവമാക്കിയത് CPM ആണ്. മറ്റിടതു പാർട്ടികളും ആ പ്രവർത്തനത്തിലാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയുടെ ആഘാതം മാറ്റി ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ എന്തു വില കൊടുത്തും വിജയിച്ചു കയറുക എന്നതാണ് CPM-ന്റെയും LDF-ന്റെയും ലക്ഷ്യം. നരേന്ദ്രമോദി തന്നെ നേരിട്ട് വന്ന് പ്രചാരണത്തിന് തുടക്കമിട്ട തൃശൂരിൽ ജനകീയനായ VS സുനിൽകുമാറിനെ തന്നെ ഇറക്കി LDF മണ്ഡലം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. CPM-നെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ് വടക്കൻ കേരളത്തിലെ കഴിഞ്ഞ തവണ കൈവിട്ടുപോയ കാസർഗോഡ്, കണ്ണൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ. കണ്ണൂർ CPM-ന് അഭിമാന പ്രശ്നവുമാണ്. പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ ജില്ല എന്ന് പറയുമ്പോഴും ലോക്സഭാ സീറ്റിലെ തോൽവി CPM-നെ കുറച്ചൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. നിലവിലെ MP കോൺഗ്രസിലെ K സുധാകരൻ ആരോഗ്യപരമായ പ്രശ്നങ്ങളാലും മറ്റും ഇത്തവണ മത്സരിക്കില്ലെന്നാണ് സൂചന. സുധാകരൻ ഇല്ലെന്ന സൂചന പുറത്തുവന്നതോടെ കോൺഗ്രസിനുള്ളിൽ സീറ്റ് മോഹികളുടെ പട തന്നെ ഇളകിയിട്ടുണ്ടെന്നാണ് ആ പാർട്ടിയിലെ ചില നേതാക്കൾ തന്നെ പറയുന്നത്. LDF-ൽ ഏതു വിധേനയും കണ്ണൂർ പിടിക്കാൻ പറഞ്ഞു കേട്ടത് മുൻ മന്ത്രി KK ശൈലജയുടെ പേരാണെങ്കിൽ ഇപ്പോൾ മറ്റു ചില സൂചനകളും പുറത്തു വന്നിട്ടുണ്ട്. KK ശൈലജയെ വടകരയിൽ മത്സരിപ്പിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നതെന്നാണ് പുതിയ സൂചനകൾ. കണ്ണൂരിൽ K സുധാകരൻ ഇല്ലെങ്കിൽ നിലവിലെ വടകര MP K മുരളീധരനെ നിർത്തിയേക്കും എന്ന വാർത്തകളുമുണ്ടായിരുന്നു. ശൈലജ വടകരയിലേക്ക് മാറുകയാണെങ്കിൽ കണ്ണൂരിൽ CPM ആരെയാണ് പരിഗണിക്കുക? DYFI സംസ്ഥാന സെക്രട്ടറിയും മാലൂർ സ്വദേശിയുമായ VK സനോജിന്റെ പേര് മുൻപന്തിയിലുണ്ട്. പൊതുവെ സൗമ്യനായ യുവ നേതാവ് എന്ന വിശേഷണമാണ് സനോജിന്റെ സവിശേഷത. പരിഗണിക്കപ്പെടുന്ന മറ്റൊരു പേര് N സുകന്യയുടേതാണ്. മുൻ MLA ജെയിംസ് മാത്യുവിന്റെ ഭാര്യ. ജെയിംസ് മാത്യു മുഴുവൻ സമയ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിലും സുകന്യ സജീവമായി രംഗത്തുണ്ട്. KK ശൈലജ അല്ലെങ്കിൽ മാത്രം കണ്ണൂരിൽ CPM പരിഗണിക്കാനിടയുള്ള സ്ഥാനാർത്ഥികൾ ഈ രണ്ടുപേരുമാണ്. അതേസമയം കാസർഗോഡ് നേരത്തെയുള്ള സൂചനകൾ പ്രകാരം മുൻ MLA TV രാജേഷിനെ കൂടാതെ VPP മുസ്തഫയുടെ പേരും CPM പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. ഏതായാലും സ്ഥാനാർത്ഥി നിർണയവും തിരക്കിട്ട അണിയറ ചർച്ചകളുമായി സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്.